ഗുജറാത്തിൽ 4 അൽ-ഖ്വയ്ദ ഭീകരരെ അറസ്റ്റ് ചെയ്തു. ബ്രേക്കിംഗ് റിപ്പോർട്ട് വരികയാണ്. ഭീകരവാദ പ്രതികളായ മുഹമ്മദ് ഫായിഖ്, മുഹമ്മദ് ഫർദീൻ, സെയ്ഫുള്ള ഖുറേഷി, സീഷൽ അലി എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ഇന്ത്യൻ കറൻസി വ്യാജമായി നിർമ്മിച്ച് അവരുടെ ആളുകൾക്കിടയിൽ വൻതോതിൽ വിതരണം ചെയ്യവെയാണ് പിടിയിലായത്. വ്യാജ കറൻസി റാക്കറ്റ് നടത്തുകയും ആഗോള ഭീകര സംഘടനയുടെ പ്രത്യാശാസ്ത്രം പ്രചരിപ്പിക്കുകയും ചെയ്ത അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള 4 ഭീകരരെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഗുജറാത്തിന് പുറത്തുനിന്ന് ഒരാളെയും മറ്റൊരാളെ മറ്റ് സംസ്ഥാനത്തു നിന്നുമാണ് അറസ്റ്റ് ചെയ്തതെന്നും ATS അറിയിച്ചു. അറസ്റ്റിലായ പ്രതികൾ അൽ-ഖ്വയ്ദയുടെ പ്രത്യാശാസ്ത്രം പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സംശയാസ്പദമായ ആപ്പുകളും ഉപയോഗിച്ചിരുന്നു. ആശയവിനിമയത്തിന്റെ ഏതെങ്കിലും സൂചനകൾ മറയ്ക്കാൻ അവർ ഓട്ടോ ഡിലീറ്റ് ആപ്പുകൾ ഉപയോഗിച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു. 4 പേരെയും ചോദ്യം ചെയ്തു വരികയാണെന്നും ഗുജറാത്ത് ATS അറിയിച്ചു. പ്രതികൾക്ക് വളരെ കാലമായി ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്നും ഗുജറാത്ത് ATS ഉദ്യോഗസ്ഥർ പറഞ്ഞു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവർ അൽ-ഖ്വയ്ദയുമായി ബന്ധപ്പെടുകയും ചെയ്തു. സംസ്ഥാനത്തെ ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് 4 പേരെയും ATS റഡാറിലെത്തി. അതുപോലെ ചാറ്റുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വിശകലനം ചെയ്യുകയാണെന്നും ഗുജറാത്ത് ATS പറഞ്ഞു. ഒസാമ ബിൻ ലാദന്റെ ഉപദേഷ്ടാവായ ഷെയ്ഖ് അബ്ദുള്ള ആസം സൃഷ്ടിച്ച മഖ്ദുമ അൽ കിതാബിൽ നിന്നാണ് അൽ-ഖ്വയ്ദ വളർന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഭീകരർക്ക് ധനസഹായം നൽകുന്നതിനായി അൽ-ഖ്വയ്ദയും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും ഈ ഗ്രൂപ്പിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരും ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും പങ്കാളികളായിട്ടുണ്ട്. രൂപീകൃതമായതു മുതൽ 1991 വരെ അൽ-ഖ്വയ്ദ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലെ അവിടെയും പ്രവർത്തിച്ചിട്ടുണ്ട്. 1996 മുതൽ 2001 അവസാനം വരെ തന്നെ താലിബാന്റെ സംരക്ഷണത്തിൽ ബിൻ ലാദനും അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ കൂട്ടാളികളും ഇത് പ്രവർത്തിച്ചു വന്നു. അതേസമയം ഇതിനു മുൻപും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും അൽ-ഖ്വയ്ദ ബന്ധമുള്ള 4 ബംഗ്ലാദേശി പൗരന്മാർ അറസ്റ്റിലായിരുന്നു. ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സേനയാണ് ഇവരെ പിടികൂടിയത്. അതുപോലെ തന്നെ IPC, UAPA വകുപ്പുകൾ പ്രകാരമായിരുന്നു പ്രതികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തത്. അതുപോലെ പ്രതികൾക്ക് അൽ-ഖ്വയ്ദയുമായി ബന്ധമുണ്ട് എന്നും അഹമ്മദാബാദിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവരെ 4 പേരെയും അറസ്റ്റ് ചെയ്തതെന്നും ATS ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. പ്രാഥമിക അന്വേഷണം അനുസരിച്ച് ഈ 4 പേരെയും ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള അവരുടെ ഹാൻഡിൽമാർ പരിശീലിപ്പിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് അയച്ചുവെന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത്. അൽ-ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനും യുവാക്കളെ ഭീകരവാദികളാക്കുന്നതിനും അവരുടെ ഭീകര സംഘടനയിൽ ചേരാൻ പ്രേരിപ്പിക്കുന്നതിനുമാണ് പ്രതികളെ നിയോഗിച്ചതെന്നും ഗുജറാത്ത് ATS കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഗുജറാത്തിന് പുറമെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കളെ തീവ്രവാദത്തിലേക്കും അതുപോലെ ഇതിൽ ബന്ധപ്പെടുകയും ചെയ്തതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ബംഗ്ലാദേശ് അതിർത്തി കടക്കാൻ ഇവരെ സഹായിച്ചവർ ആരൊക്കെയാണ് എന്നും ഫണ്ട് ശേഖരിക്കുന്ന രീതി, പ്രാദേശിക സമ്പർക്കങ്ങൾ, അതുപോലെ തന്നെ ഭീകരവാദികളായി അതിന്റെ മറവിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം, ഇതിനെക്കുറിച്ചെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം നടത്തിയതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.